തല്ലുമാല അന്വേഷിപ്പും കണ്ടെത്തും 2012 ആ ക്യാരക്ടർ മാത്രമാണ് ടോവിനോക്ക് അടുത്ത കാലത്ത് തെല്ലൊരു ആശ്വാസം നൽകിയത്. ബാക്കിയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ ഒരു സിനിമ വരുന്നുണ്ടെന്നും മൈത്രി മൂവി മേക്കേഴ്സാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടെന്നും വാർത്ത വരുന്നത്. ചിത്രത്തിൻ്റെ ടീസർ ഒരു തല്ലുമാല വൈബൊക്കെ തരുന്നതുമായിരുന്നു. ഇന്ന് സംസാരിക്കാനുള്ളത് നടികർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ സിനിമകൾക്ക് ഇപ്പോൾ പണ്ടില്ലാത്തത്ര സ്പീഡുണ്ട്. പുതിയ റീൽസ് യുഗത്തിലെ സിനിമ അതിൻ്റെ മാറ്റത്തിലേക്ക് വരുന്നതായി കാണാം. തല്ലുമലയും ആവേശവും രോമാഞ്ചവും എല്ലാം അങ്ങനെ ആ വേഗതയുടെ പിൻബലത്തിൽ കൂടിയാണ് പ്രേക്ഷകരിലേക്ക് അതിവേഗം കയറിപ്പോയത്. അങ്ങനെ നോക്കുമ്പോൾ നടികരും പിന്തുടരുന്നത് അതേ പാറ്റേൺ ആണ്. സിനിമ അതിൻ്റെ തന്നെ ഓഡിയൻസിനെ ലക്ഷ്യമിടുന്നുണ്ട്. ഫാസ്റ്റായ കട്ടുകളും യൂത്ത് ഓഡിയൻസിനെ കുറച്ചുകൂടി എൻഗേജ് ചെയ്യിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല കളർഫുൾ ഫ്രെയിമുകളും റാപ്പും നിറക്കുക എന്ന പുതിയ സിനിമാ രീതിക്കൊപ്പം ലാൽ ജൂനിയറും ചേർന്നതിൻ്റെ പ്രൊഡക്റ്റാണ് നടികർ. പക്ഷെ അതുമാത്രം മതിയെന്ന ചോദ്യമാണ് സിനിമ നേരിടുന്നത്. ഇങ്ങനെ ഫ്ലാറ്റായി പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞ് ഇതിനൊരു അവസാനമില്ലേ എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് സിനിമ പലപ്പോഴും. ഡേവിഡ് പടിക്കൽ എന്ന മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ, അയാളുടെ സിനിമാ ജീവിതം, പരാജയങ്ങൾ, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു, ഹിറ്റിലേക്ക് എത്താൻ എന്തു ചെയ്യണമെന്നതാണ് സിനിമ പറയുന്നത്. അതായത് ഇത് മാത്രമാണ്. അതാണ് നടികർ നേരിടുന്ന പ്രധാന പ്രശ്നവും. ഒട്ടും ഉയർച്ച താഴ്ചയില്ലാത്ത തിരക്കഥയിൽ ടോവിനോയുടെ വൺ മാൻ ഷോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. എത്ര നേരം ഇത് തന്നെ കണ്ടിരിക്കാമെന്നത് ഓരോ പ്രേക്ഷകരെയും അനുസരിച്ചിരിക്കും. കട്ട ടോവിനോ ഫാനിന് ചിലപ്പോൾ അത് സാധ്യമായിരിക്കും. സിനിമക്കുള്ളിലെ കഥ എത്രയോ തവണ മലയാള സിനിമ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അത് വലിയ പുതുമയോടെ കാണിച്ചത് റോഷൻ ആൻഡ്രൂസ് ഉദയനാട് താരത്തിലൂടെയാണ്. അതിൻ്റെ തിരക്കഥ നോക്കൂ, ഇങ്ങനെ തുടങ്ങി ഉയർന്ന് ക്ലൈമാക്സിൽ ലാൻഡ് ചെയ്യുമ്പോൾ അറിയാതെ പ്രേക്ഷകർ കൈയടിച്ചു പോയിരുന്നു. ഇവിടെ തിരക്കഥാകൃത്ത് സുവിൻ എടുത്ത അറ്റംപ്റ്റ് നല്ലതായിരുന്നു. പ്രേക്ഷകർക്ക് അങ്ങനെ പരിചയമില്ലാത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമാ ജീവിതം സിനിമയാക്കുക നല്ല ഐഡിയ ഒക്കെ തന്നെയാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അത് കൊടുക്കാനും ലാൽ ജൂനിയറിനായിട്ടുണ്ട്. പക്ഷേ ഒരു ത്രെഡ് മാത്രം എടുത്ത് അതിൽ മറ്റൊന്നിനും ശ്രമിക്കാതെ സിനിമ എടുത്തതാണ് ഇവിടുത്തെ പ്രശ്നം. സ്റ്റൈലിഷായി ഫ്രെയിമുകൾ ഒരുക്കുന്ന തിയേറ്ററുകളിൽ സെലിബ്രേഷൻ മൂഡ് സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് ലാൽ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങളെല്ലാം നോക്കൂ. ഹണീബിയൊക്കെ നേരത്തെ പറഞ്ഞ ആ സ്പീഡിലേക്ക് മലയാളത്തെ കൊണ്ടുവന്ന ചിത്രമായിരുന്നു. നടികരിലേക്ക് എത്തുമ്പോൾ ലാൽ ജൂനിയറിന് കുറച്ചുകൂടി ഒതുക്കം വന്നിട്ടുണ്ട്. ഒറ്റ കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനും പ്രേക്ഷകരെ പ്രധാന കഥാപാത്രത്തിൻ്റെ പിന്നാലെ നടത്തിപ്പിക്കാനും അദ്ദേഹത്തിനാവുന്നുണ്ട്. കാരണം ഇത് സിനിമക്കുള്ളിലെ സിനിമയാണ്. എന്നിട്ടും സിനിമയുടെ വിശാലതയിലേക്ക് ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് പകരം ഡേവിഡ് പടിക്കൽ എന്ന മലയാള സിനിമയിലെ ഒരു യുവ സൂപ്പർ താരത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പ്രേക്ഷകരെ സിനിമക്കുള്ളിലേക്ക് ഇറക്കിയിരുത്താനുള്ള ഒന്നും തിരക്കഥയിലില്ല. അതുകൊണ്ടാവണം ഇമോഷൻ സീനുകൾ പ്രേക്ഷകൻ്റെ ഉള്ളു തൊടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഡേവിഡ് എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകന് ഒട്ടും കണക്ഷൻ ലഭിക്കുന്നില്ല. ഡേവിഡ് കടന്നു പോകുന്ന സംഘർഷങ്ങളും അനുഭവവേദ്യമാവുന്നില്ല. എഴുത്തിൽ കാണിച്ച അലസതയായിരിക്കും അതിന് പ്രധാന കാരണം. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിൽ സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച സൂപ്പർ സ്റ്റാർ കഥാപാത്രത്തിൻ്റെ എക്സ്റ്റൻഡ് വേർഷനാണ് ലാൽ ജൂനിയറും സുവിനും സിനിമയാക്കിയത്. ഈ ചിത്രത്തിൽ ടോവിനോയുടെ മാനേജറുടെ റോളിൽ സുരേഷ് കൃഷ്ണ എത്തുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല തമാശകളും തിയേറ്ററിൽ ചിരി കൊണ്ടുവരുന്നുണ്ട്. നിവിനൊക്കെ ഉള്ളതുപോലെ ടോവിനോക്കും അദ്ദേഹത്തിൻ്റെ ഒരു സോണുണ്ട്. അത് കിട്ടിയാൽ അവരുടെ അസാധ്യ പെർഫോമൻസ് പുറത്തു വരികയും ചെയ്യുന്നു. ഇവിടെ ഡേവിഡ് പടിക്കൽ എന്ന സിനിമാക്കാരനായി അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. കാരണം ടോവിനോ എന്ന ആക്ടറിൻ്റെ മാനറിസങ്ങൾ മാത്രം നൽകിയാൽ മതിയായിരുന്നു പലയിടങ്ങളിലും. ഉദാഹരണത്തിന് ഉള്ളത് കുറച്ചു കൂടുതലായി കാണിച്ചാൽ മതിയെന്ന് ചുരുക്കം. മറ്റൊരു കഥാപാത്രം ബാലു വർഗീസിൻ്റെതാണ്. ചിത്രത്തിൽ മുഴുനീള വേഷത്തിൽ ബാലു ഉണ്ട്. തെറ്റില്ലാതെ തന്നെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഏറെ പഴികെട്ടത് കൊണ്ടാണോ എന്നറിയില്ല, സൗബിൻ അടുത്തിടെ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു ലൈഫ് ഉള്ളതായി കാണാം. എന്തോ അധികം എടുത്ത് ചെയ്യുന്നത് പോലെ തോന്നും. കുമ്പളങ്ങിക്ക് ശേഷം സൗബിൻ ഒന്ന് ഉഴപ്പി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് നടികരിലെ കഥാപാത്രം. ഡയലോഗിലെ വ്യക്തത കുറവ് മാറ്റി നിർത്തിയാൽ സൗബിൻ ഒരു അസാധ്യ ആക്ടറാണ്. സിനിമക്കുള്ളിലെ സിനിമ ആയതുകൊണ്ടായിരിക്കും അഭിനേതാക്കളുടെ അയ്യൊരു കളിയാണ് സിനിമയിൽ ഉടനീളം. സെറ്റിലെ പലരും കയറി അഭിനയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സീനുകളിൽ മാത്രം വന്നു പോകുന്ന ഭാവനയ്ക്ക് ചിത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദിവ്യാപിള്ളയുടെ കഥാപാത്രത്തിനും വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എഴുതുമ്പോൾ ആ കഥാപാത്രം പ്രേക്ഷകരുടെ ഹൃദയം തൊടുമെന്ന് എഴുത്തുകാരൻ കരുതിയ കഥാപാത്രമായിരിക്കാനാണ് സാധ്യത. ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡിൽ പോസിറ്റീവായി പറയാവുന്ന ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ എക്സൻ ഗാരി പെരേര, നേഹ എസ്നാർ എന്നിവർ ചേർന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് എടുത്തു പറയേണ്ടത്. സിനിമയുടെ മൂഡിനോട് ചേർന്ന BGM നല്ല കിടിലമായി ഒരുക്കിയിട്ടുണ്ട്. ആൽബി പകർത്തിയ ചിത്രത്തിലെ ഫ്രെയിമുകളെല്ലാം വളരെ കളർഫുള്ളാണ്. നിറക്കൂട്ടുകളാൽ സമ്പന്നമായ ഫ്രെയിമുകൾ ആദ്യ അവസാനം ചിത്രത്തിന് വിഷ്വൽ ബ്യൂട്ടി സമ്മാനിക്കുന്നതാണ്. കൊച്ചി, മൂന്നാർ, ഹൈദരാബാദ്, ദുബായ്, കാശ്മീർ എന്നീ ലൊക്കേഷനുകളുടെ സാന്നിധ്യവും കാഴ്ചയെ സമ്പന്നമാക്കുന്നുണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. സൂപ്പർ സ്റ്റാറായ ഡേവിഡ് പടിക്കൽ മാത്രമല്ല, കൂട്ടാളികളും നല്ല കളറായി തന്നെ സ്ക്രീനിൽ നിറയുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏക്താ ഭട്ടേത് ആണ്. വിരസ കാഴ്ചയും കയറ്റിറക്കങ്ങളില്ലാത്ത പ്രതീക്ഷിക്കുന്ന സീനുകളും കൊണ്ട് സമ്പന്നമാണെങ്കിലും സിനിമക്കുള്ളിലെ സിനിമ എന്നതിൽ വ്യത്യസ്ത അറ്റംപ്റ്റ് തന്നെയാണ് നടികർ. ഡേവിഡ് പടിക്കലിന് മാത്രമല്ല, ടോവിനോക്കും ഒന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.